ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ റോജുവിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അപ്പോൾ നമ്മൾ കോവൻട്രിയിൽ പോവുകയാണ്. അവിടെ എല്ലാവർക്കും പനിയായിട്ടിരിക്കുകയാണ്. സോ ഞാനപ്പോൾ കരുതി ഞാനിവിടെ നിന്ന് നേരെ ട്രെയിൻ എടുത്ത് ജിനുവിൻ്റെ ജോലി സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ നിന്ന് നേരെ കോവൻട്രിയിലോട്ട് ഞങ്ങൾ ബസ് എടുക്കാമെന്ന് കരുതി. ബസ്സിലാപ്പിൽ നിന്ന് പോകും. ബാഗെല്ലാം ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാനുള്ള ടൈമായി. അപ്പോൾ ഓക്കെ, പോകാം നമുക്ക്. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ. ഇവിടെ കൺസ്ട്രക്ഷൻസ് വർക്കും കുറച്ച് നടക്കുന്നുണ്ട് പുറകിലായി. ഞങ്ങളിവിടെ യു കെയിൽ വന്നിപ്പോൾ 3ാമത്തെ വീടാണിത് മാറുന്നതെങ്കിൽ പോലും ഇത് കാണാനായിട്ട് നല്ല രസമാണ്. എനിക്ക് ഇവിടുത്തെ ഈ വഴികളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് എനിക്ക് സ്റ്റേഷനിലോട്ട് നടക്കാനുണ്ട്. നടന്ന് കഴിയുമ്പോഴേക്കും സ്റ്റേഷനിലെത്തും. പിന്നെ എനിക്ക് ഏതും നല്ലൊരു കേക്കിൻ്റെ കടയിൽ കയറിയിട്ട് ബേക്കറിയിൽ നിന്ന് നോക്കിയിട്ട് അവിടെ നല്ലൊരു കേക്ക് മേടിച്ചാൽ കൊള്ളാമെന്ന് ഐഡിയ ഉണ്ട്. പക്ഷേ അറിയില്ല എങ്ങനെയാണെന്ന്. ടൈം നോക്കിയിരിക്കും. നല്ല കാറ്റുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്രയും കാറ്റില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ യു കെയിൽ നല്ല രീതിയിൽ നല്ല കാറ്റായിരുന്നു. നമ്മളിങ്ങനെ പറക്കത്തില്ല. ഞാൻ കുറേ റീൽസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ നിന്ന് പറക്കുന്നത്. അതേപോലത്തെ ഏകദേശം ഒരു കാറ്റായിരുന്നു. ഞങ്ങളുടെ ഏതെങ്കിലും വീടിൻ്റെ ആ കോറിഡോറിൻ്റെ ഭാഗത്തോട്ടൊക്കെ നല്ല രീതിക്ക് ചവറൊക്കെ കയറിയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കൊള്ളാം. എന്തായാലും അവിടെ എത്തിയിട്ട് സംസാരിക്കാൻ നല്ല കാറ്റ്. പിന്നെ വിഷയം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ വാട്ടർലൂ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ പിക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പോണത് ഫിഞ്ചിലി റോഡിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ബസ് എത്തുന്നത്. അപ്പോൾ പിന്നെ ബസ്സിൽ കയറിയിട്ട് ബാക്കി വിശേഷം. കാരണം ഇവിടെ നിന്ന് ഇനി ട്രെയിൻ എടുത്തിട്ട് വേണം അടുത്ത ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ ഒരു കണ്ടിന്യൂസ് 3 hours നമ്മൾ ബസ്സിലായിരിക്കും. അങ്ങനെ നമ്മൾ കോവൻട്രിയിലെത്തും. ഇപ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ ലണ്ടനിൽ വിട പറഞ്ഞ് കോവൻട്രിയിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫിഞ്ചിലി റോഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. 1 മണിക്കൂർ നേരത്തെ ഇതുകൊണ്ട് ഞങ്ങളിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് എഴുതി. മോളൊക്കെ ഇപ്പം ഞാൻ ഇവിടെ ഒരു മോളുടെ ഫുള്ള നിൽക്കുന്നത്. അകത്ത് കയറി നോക്കാം എന്തൊക്കെയാണ്. ഇതൊരു ചെറിയ മോളാണ്, പക്ഷേ കൊള്ളാം. ചെറുതാണെങ്കിലും അത്യാവശ്യം വേണ്ട കടകൾ ഷോപ്പുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം ചെയ്ത അൽദിയാണ്. ഇപ്പോൾ ഞാൻ സെയിൻസ്ബറി വരുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഇവിടെ പോസ്റ്റ് ആയിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂറും കൂടി ഉണ്ട് ബസ് വരാനാണ്. അപ്പോൾ ഞങ്ങൾ എഴുതി മോളിനകത്ത് തന്നെ ഇരിക്കാം. ഇത്ര ടൈം ആകുമ്പോൾ താഴത്തോട്ട് അങ്ങനെ മതിയാകും. അങ്ങനെ പോസ്റ്റായി കൊണ്ടിങ്ങനെ യാത്ര തുടരുവാണ്. ഒരാളിവിടെ നല്ല റീഡിംഗ് ആണ്, ബുക്ക് വായിച്ചു വീട്ടിലാണ്. അതേത് ബുക്കാണ്? ബുക്കൊന്ന് കാണിക്കോ? പവർ. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇനി ഒരു 5 മിനിറ്റ് ബസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നേരെ കൊണ്ടിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. കിടന്നുറങ്ങും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കാണാം. ഇനി അവിടെ എത്തിയിട്ട് വീട്ടിൽ കൊടുക്കാം. കാരണം ഇവിടെ വേറെ ആൾക്കാരുള്ളത് കൊണ്ട് അവരുടെ പ്രൈവസിലൊക്കെ ബാധിക്കും. പേര് ചോദിച്ചായിരുന്നു. ചേച്ചി അഞ്ച് ഇവിടെയാണ്, നിങ്ങൾ അടുത്താണോ താമസിക്കുന്നത്? 3 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇനി ഒരു 1/2 മണിക്കൂർ കൂടി അല്ലേ? ഇനി ഒരു 1/2 മണിക്കൂർ കൂടി ആയിക്കഴിഞ്ഞാൽ അവളുടെ സ്ഥലത്തെത്തും. എത്തിക്കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. എനിക്കറിയില്ല അവൾ വീഡിയോ വരില്ല, എനിക്കറിയത്തില്ല. പക്ഷേ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കോവൻട്രി സ്റ്റേഷനിലെത്തി. ഇനി പെട്ടെന്ന് വല്ല കടകളുണ്ടാകും നോക്കണം. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അങ്ങനെ നമ്മൾ കേക്ക് നോക്കിയിട്ട് കണ്ടാത്തതുകൊണ്ട് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി അവളെ സർപ്രൈസ് ചെയ്യാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ കോവൻട്രിയിൽ റോജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഒളിച്ചിരിക്കാം, എന്നിട്ട് സർപ്രൈസ് കൊടുക്കാം. ഇല്ലടി. ഹാപ്പി ബർത്ത്ഡേ നാളെ, ഹാപ്പി ബർത്ത്ഡേ നാളെ, ഹാപ്പി ബർത്ത്ഡേ നാളെ, ഹാപ്പി ബർത്ത്ഡേ. പനിയാണ് പനി. ഹാപ്പി ബർത്ത്ഡേ നാളെ. താങ്ക് യു. പനിയാണോ? അപ്പോൾ
ഞങ്ങളുടെ കൊച്ചി പനിയായിട്ട് നിൽക്കുകയാണ്. പനിയാണ് ഗൈസ്. പനിയാണ് ഗൈസ് പോട്ടെ സാരില്ല. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.